കേരളത്തിലെ കപ്പൽ നിർമ്മാണ പദ്ധതിയിൽ ടാറ്റ നിക്ഷേപം നടത്തുന്നുവെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ അവകാശവാദത്തെ തള്ളിക്കളഞ്ഞ് ടാറ്റ. പദ്ധതിയെപ്പറ്റി അറിയില്ലെന്ന് ടാറ്റ ഗ്രൂപ്പ് ഔദ്യോഗികമായി വ്യക്തമാക്കി. ടാറ്റ ഗ്രൂപ്പിന്റെ നിലവിൽ അത്തരം പദ്ധതികളില്ല എന്നും മുഖ്യമന്ത്രിയുടെ അവകാശവാദം തെറ്റാണെന്നും ടാറ്റ വ്യക്തമാക്കുന്നു. എം.എസ്. വീണ ചേരുകയാണ്. വീണ, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് ഈ ഗ്രൂപ്പ് തന്നെ ഇപ്പോൾ ഔദ്യോഗികമായി അറിയിക്കുകയാണ്. തീർച്ചയായും ഗൗതം, മുഖ്യമന്ത്രിയുടെ അവകാശവാദത്തെ തള്ളിക്കൊണ്ടാണ് ടാറ്റ ഗ്രൂപ്പ് രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന സംസ്ഥാനത്ത് കപ്പൽ നിർമ്മാണ കമ്പനി യാഥാർത്ഥ്യമാകാൻ പോകുന്നു. 10,000 കോടി രൂപയുടെ നിക്ഷേപ പദ്ധതിയാണത്. കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. മുൻ സർക്കാരിന്റെ കാലത്ത് അത് 1,500 കോടി രൂപയ്ക്ക് ഇവിടെ സ്ഥലം ഏറ്റെടുക്കുവാനുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കുവാൻ നീക്കം നടത്തിയിരുന്നുവെങ്കിലും അത് ചില കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. അതിനി 3,000 കോടി രൂപയൊക്കെ നൽകേണ്ടി വരും. ടാറ്റ കമ്പനി ഇത്തരത്തിൽ കപ്പൽ നിർമ്മാണശാല കൊണ്ടുവരുമ്പോൾ അത് വലിയ തരത്തിലുള്ള പ്രയോജനമായിരിക്കും സംസ്ഥാനത്തിനുണ്ടാകുക എന്നുള്ള അവകാശവാദങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. മുഖ്യമന്ത്രിയുടെ ഈ അവകാശവാദത്തെ തള്ളിക്കൊണ്ടാണ് ടാറ്റ ഗ്രൂപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു പദ്ധതി അത് കേരളത്തിൽ തുടങ്ങുവാനോ അത്തരത്തിലുള്ള പദ്ധതിക്കായി ടാറ്റ ആലോചിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി മുഖ്യമന്ത്രിയുടെ അവകാശവാദം പൊളിഞ്ഞിരിക്കുകയാണ്. എന്തടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ളൊരു അവകാശവാദം നടത്തിയെന്നുള്ള കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. എന്തായാലും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് തന്നെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗൗതം, ഓക്കെ. ടാറ്റ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയത് കേവലം അവകാശവാദം മാത്രമാണ്. അത്തരം പദ്ധതി പോലും തങ്ങൾക്കില്ല എന്ന് ടാറ്റ ഗ്രൂപ്പ് വ്യക്തമാക്കുന്നു. ഇതോടെ മുഖ്യമന്ത്രിയുടെ വാദഗതികൾ പലതും പച്ചക്കള്ളമാണ് എന്ന യാഥാർത്ഥ്യം പൊതുസമൂഹം തിരിച്ചറിയുകയാണ്. എം.എസ്. വീണയാണ് വിശദാംശങ്ങൾ നൽകിയത്.